നമ്മൾ ദിവസവും കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണല്ലോ നമ്മുടെ കറൻസി നോട്ടുകൾ. നമ്മുടെ പേഴ്സിലുള്ള ഏത് നോട്ട് എടുത്താലും അതിൽ ഗാന്ധിജിയുടെ ചിരിക്കുന്ന ഒരു മുഖം ഉണ്ടാകും. വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണത്. പെട്ടെന്നൊരു ദിവസം ആ നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം മാറിയാൽ എങ്ങനെയുണ്ടാകും? വെറുതെ പറയുന്ന കാര്യമല്ലത്. പാർലമെന്റ് മെമ്പറായ ജോൺ ബ്രിട്ടാസ് വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ നമ്മുടെ കറൻസി നോട്ടുകളിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം മാറ്റാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അതിന് പകരം മറ്റു ചില ചിത്രങ്ങൾ, പ്രത്യേകിച്ചും ഹൈന്ദവ ബിംബങ്ങൾ ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. I have reliable inputs that the ruling party, the government, is contemplating erasing Mahatma Gandhiji from our currency notes. And I feel that this government has tasted blood after eliminating father of the nation from an act which was to protect 50 crore poor people. ഇത് വെറും ഒരു റൂമറാണോ അതോ ഇതിൽ കാര്യമുണ്ടോ? ഗാന്ധിജിക്ക് പകരം ആര് വരും? ഗാന്ധിജിയെ മാറ്റാൻ നിയമപരമായി സർക്കാരിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതോടൊപ്പം ആരുടെയും ചിത്രം വയ്ക്കാതെ എങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ നോട്ട് ഡിസൈൻ ചെയ്യാൻ എന്നൊരു ആശയം കൂടി അത് ഞാൻ തന്നെ പറയുന്നതാണ്. എൻ്റെ ഒരു രീതിയാണ്. ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ ഗാന്ധിജിയെ വെക്കുന്നത് കൊണ്ട് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ ഇതിനു പകരം ഛത്രപതി ശിവാജിയെ വെക്കുകയാണെങ്കിൽ വേറെ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും. എനിക്ക് ഇത്തരം ബിംബങ്ങളെ ഒന്നും വെക്കുന്നതിനോട് യോജിപ്പില്ല. അത് ഗാന്ധിജി ആയാലും അതുപോലെ സവർക്കർ ആയാലും ആരായാലും എനിക്ക് അതിനോട് യോജിപ്പില്ല. അപ്പോൾ എൻ്റെ ആ ഒരു ആശയം കൂടി ഞാൻ പറയുകയാണ്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. എന്തായാലും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് അതുപോലെ ഹൈപ്പൊക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ എന്നോട് വാദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാവുന്നതാണ്. മാന്യമായ പദങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രം. ഇനി കാര്യത്തിലേക്ക് കടക്കാം. യഥാർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസ് MP പറയുന്നത് അദ്ദേഹത്തിന് ചില വിശ്വസനീയമായ വിവരങ്ങൾ അല്ലെങ്കിൽ റിലയബിൾ ഇൻപുട്സ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. റിസർവ് ബാങ്ക് ഇത്തരം കാര്യങ്ങൾ പരസ്യമായി സമ്മതിക്കില്ലെങ്കിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇതിനായുള്ള ചർച്ചകൾ ഉന്നതത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് വിശ്വസനീയമായ കുറേ സൈറ്റുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ലഭിച്ച വിവരങ്ങൾ തന്നെയാണ്. അതിലൊക്കെ ഇത് പറയുന്നുണ്ട്. ബ്രിട്ടാസ് പറയുന്നതനുസരിച്ച് ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ല, മറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും മാറ്റിയെഴുതാനുള്ള ഒരു വലിയ ഐഡിയോളജിക്കൽ പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതായത് ഗാന്ധിജി പ്രതിനിധീകരിക്കുന്ന ആ മതേതര മൂല്യങ്ങളെ മാറ്റി പകരം ആർഷഭാരത സംസ്കാരം എന്ന് വിളിക്കുന്ന പഴയ വേദകാലഘട്ടത്തെയും മറ്റും ഓർമ്മിപ്പിക്കുന്ന ചിഹ്നങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമം. ഇതിനെയൊക്കെ തുടക്കമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ഇതിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം, അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പേരെന്താ? എന്നാൽ റീസെൻ്റ് ആയിട്ട് സർക്കാർ അവതരിപ്പിച്ച പുതിയ ബില്ലിൽ ആ പേര് മാറ്റി വികസിത് ഭാരത് എന്നൊക്കെ ആക്കി മാറ്റി. അതായത് ഗാന്ധിജിയുടെ പേര് അവിടെ ഒഴിവാക്കി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് വെട്ടിയെങ്കിൽ അടുത്ത ലക്ഷ്യം കറൻസി നോട്ടുകൾ തന്നെ ആകാനല്ലേ സാധ്യത. അങ്ങനെയാണ് ബ്രിട്ടാസ് പറയുന്നത്. ജോൺ ബ്രിട്ടാസ് പറയുന്ന കാര്യം അത് തന്നെയാണ്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതുപോലെ അദ്ദേഹത്തിന്റെ ഓർമ്മകളെയും ഇല്ലാതാക്കാനാണോ ഈ ശ്രമം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പുതിയ പേരായ വികസിത് ഭാരത് എന്നതിലെ വാക്കുകൾ ചുരുക്കി എഴുതിയാൽ അതൊരു വേറെ പേരായി വേറെ അർത്ഥത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇതൊക്കെ ഒരു വിമർശനങ്ങളായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരും, ഗാന്ധിജി പോയാൽ പകരം അവിടെ ആരാണ് വരിക? അവിടെയാണ് ഹിന്ദി ഐഡലുകൾ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വരുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ VB റാംജി പദ്ധതി എന്നുള്ളൊരു രീതിയിലാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ റാം എന്ന് പറയുന്നത് ചുരുക്കപ്പേരാണെങ്കിൽ പോലും അത് വേറൊരു അർത്ഥമില്ലേ എന്നുള്ളൊരു സൂചന തരുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഇവിടെയും ഹിന്ദു ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു ബിംബങ്ങളുടെയോ ചിത്രങ്ങൾ വരികയാണെങ്കിൽ അത് വളരെ മോശപ്പെട്ട കാര്യമാണെന്നേ ഞാൻ പറയുകയുള്ളൂ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSന്റെ 100ാം വാർഷികത്തോട് അനുബന്ധിച്ച് 100 രൂപയുടെ ഒരു സ്മരണ നാണയം പുറത്തിറക്കിയിരുന്നു. അതിൽ ഭാരതമാതാവിൻ്റെ ചിത്രമാണ് ഉള്ളത്. സ്മരണ നാണയങ്ങൾ നമ്മൾ കടയിലൊന്നും കൊടുക്കില്ലെങ്കിലും അതൊരു സൂചന തന്നെയാണ്. നാളെ കറൻസി നോട്ടുകളിലും ഭാരതമാതാവ് വന്നേക്കാം. ഭാരതമാതാവിനെ ഒരു ദേവിയായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കുന്നത്.
അപ്പോൾ ഒരു മതേതര രാജ്യമായ ഇന്ത്യയുടെ കറൻസിയിൽ ഒരു മതപരമായ രൂപം വരുന്നത് ശരിയാണോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. നേരത്തെ ആം ആദ്മി പാർട്ടിക്കാർ പറഞ്ഞത് ഗാന്ധിജിയുടെ കൂടെ ലക്ഷ്മി ദേവിയുടെ അതുപോലെ തന്നെ ഗണപതിയുടെയും ചിത്രം വെക്കണമെന്നായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നീക്കം ഗാന്ധിജിയെ പൂർണ്ണമായും ഒഴിവാക്കി ഇത്തരം ചിഹ്നങ്ങൾ കൊണ്ടുവരാൻ ആണ് എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിലൂടെ അല്ലെങ്കിൽ വിവിധ സൈറ്റുകളിൽ റിസർച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വശം കൂടിയുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം ഗാന്ധിജി നിയമപരമായി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് എന്നാണ്. പക്ഷേ സത്യം അതല്ല എന്നുള്ളതാണ്. ലക്നൌവിലുള്ള ഒരു കൊച്ചുകുട്ടി വിവരാവകാശ നിയമപ്രകാരം RTI ചോദിച്ചപ്പോൾ സർക്കാർ നൽകിയ മറുപടി ഗാന്ധിജിയെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിക്കുന്ന ഒരു ഔദ്യോഗിക രേഖയും ഇല്ല എന്ന് തന്നെയാണ്. നമ്മുടെ ഭരണഘടന പ്രകാരം പട്ടാളത്തിലെയോ മറ്റോ റാങ്കുകളല്ലാതെ ഒരാൾക്കും പ്രത്യേക പദവികൾ നൽകാൻ സർക്കാരിന് അധികാരമില്ല. അതുകൊണ്ട് നിയമപരമായി നോക്കുകയാണെങ്കിൽ ഗാന്ധിജിക്ക് ഫാദർ ഓഫ് ദി നേഷൻ, അതായത് രാഷ്ട്രപിതാവ് എന്ന ടൈറ്റിൽ ഇല്ല എന്നതാണ് സത്യം. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഒരു സത്യം. ഇത് സർക്കാരിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഔദ്യോഗികമായി രാഷ്ട്രപിതാവ് ഒന്നുമല്ലല്ലോ, പിന്നെ എന്തിനാണ് ചിത്രം വയ്ക്കുന്നതെന്നൊരു ചോദ്യം അവിടെ വരും. ഇത് നമുക്ക് ആർക്കും വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് നമ്മൾ നാട്ടിൽ വെറുതെ വ്യക്തികളുടെ ചിത്രം വെച്ച് തല്ലുകൂടുന്നത്, അല്ലെ? എന്തിനാണ് ഇതുപോലുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ജനാധിപത്യപരമായ ആശയം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആരുടെയും ചിത്രം വേണ്ട എന്നൊരു തീരുമാനം ഇന്ത്യ പോലെ ഇത്രയും ജാതികളും മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉള്ള ഒരു രാജ്യത്ത് ആരുടെ ചിത്രം വെച്ചാലും അത് ആർക്കെങ്കിലും ഒക്കെ എതിർപ്പുണ്ടാകും. ഗാന്ധിജിയെ പോലും എതിർക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കമൻറ്റുകളിലൊക്കെ ഞാൻ കാണാറുള്ളതാണ്, എൻ്റെ രാഷ്ട്രപിതാവല്ല, എൻ്റെ രാജ്യത്തിനെ നശിപ്പിച്ച ആളാണ് ഗാന്ധിജി എന്ന് വരെ പറയുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇതുപോലുള്ളൊരു വ്യക്തിപൂജ? അത് ഗാന്ധിജി ആയാലും ആരായാലും. അതിന് പകരം നമുക്ക് ലോകത്തെ വികസിത രാജ്യങ്ങളെ മാതൃകയാക്കി കൂടെ? ഉദാഹരണത്തിന് യൂറോ കറൻസി നോക്കാം. യൂറോപ്പിലെ പല രാജ്യങ്ങൾ ചേർന്നതാണല്ലോ യൂറോപ്യൻ യൂണിയൻ. അവർക്ക് പൊതുവായ ഒരു നോട്ട് ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ വലിയ പ്രശ്നമായി. ആരുടെ ചിത്രം വയ്ക്കും? ഫ്രാൻസുകാർക്ക് അവരുടെ നേതാവിനെ വെക്കണം, ജർമ്മനിക്കാർക്ക് വേറെ ആളെ വെക്കണം. ഒടുവിൽ അവർ തീരുമാനിച്ചു ഒരു വ്യക്തിയുടെയും ചിത്രം വേണ്ട എന്ന്. പകരം അവർ നോട്ടുകളിൽ കൊടുത്തത് ജനലുകളും അതുപോലെ പാലങ്ങളുമാണ്. ജനലുകൾ തുറന്ന മനോഭാവത്തെയും പാലങ്ങൾ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുകയാണ്. അതും ഏതെങ്കിലും നാട്ടിലെ പാലമല്ല, ഒരു ഡിസൈനർ വരച്ചുണ്ടാക്കിയ സാങ്കല്പികമായിട്ടുള്ള പാലങ്ങൾ. ആർക്കും പരാതിയില്ല, എല്ലാവരും ഹാപ്പിയാണ്. ഇനി നോർവേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെയും ഇതുതന്നെയാണ്. അവരുടെ പുതിയ നോട്ടുകളിൽ രാജാക്കന്മാരില്ല, പകരം കടൽ ആണ് തീമായിട്ട് വെച്ചിട്ടുള്ളത്. തിരമാലകൾ, മീൻ, കപ്പൽ, ഇതൊക്കെയാണ് നോട്ടിലുള്ളത്. കാരണം നോർവേയിലെ ജനങ്ങൾക്ക് കടലാണ് എല്ലാം. പ്രകൃതി ആരുടെയും സ്വകാര്യ സ്വത്തല്ലല്ലോ, അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇതേ മാതൃക നമുക്ക് ഇന്ത്യയിലും കൊണ്ടുവന്നുകൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാം. അല്ലാതെ ഹിന്ദു ദൈവങ്ങൾ, അതുപോലെ മറ്റേ എന്താ പറയുക, നമ്മുടെ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സവർക്കർ, അതുപോലെ നമ്മുടെ ഒരാളെ പോലും പഴശ്ശിരാജ, ഛത്രപതി ശിവാജി, ഇങ്ങനെയുള്ള ഒരാളെയും ഇതിൽ വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗാന്ധിജിയെ മാറ്റുകയാണെങ്കിൽ പകരം മതചിഹ്നങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ തമ്മിലെടുപ്പിക്കാതെ നമ്മുടെ പ്രകൃതിയെയോ സ്മാരകങ്ങളെയോ ഉൾപ്പെടുത്തിക്കൂടെ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഗാന്ധിജിയെ മാറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഗാന്ധിജി ഉണ്ടായിട്ട് തന്നെ ഇത്ര കാലം പോയിട്ടില്ലേ? നമ്മൾ പണമൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താണ്. നമുക്കതിൽ ആർക്കും ഒരു വിഷമം ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇനി ആരെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ബംഗാൾ കടുവയൊക്കെ വെക്കാം, അല്ലെങ്കിൽ മയിലിനെ വെക്കാം, അല്ലെങ്കിൽ ഹിമാലയത്തെയോ ഗംഗാ നദിയെയും വെക്കാം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖമോ അശോക ചക്രം പോലുള്ള ചിഹ്നങ്ങളോ വെക്കാം. താജ്മഹലോ ചെങ്കോട്ടയോ ഒക്കെ ഓപ്ഷൻസ് ആണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ നേതാവിനെ വെച്ചില്ല എന്ന് പറഞ്ഞ് ആരും വഴക്കിടാൻ വരികയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന രീതി തന്നെയാണ്. വ്യക്തികൾക്ക് മുകളിലായിരിക്കണം രാജ്യം എന്ന ചിന്തയാണ് എനിക്കുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഗാന്ധിജിയെ മാറ്റുന്നത് ഇങ്ങനെ ന്യൂട്രലാക്കാൻ വേണ്ടിയാണോ അതോ ഒരു പ്രത്യേക അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണോ എന്ന കാര്യത്തിലാണ് ജോൺ ബ്രിട്ടാസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമുക്കെല്ലാം ഒരു സംശയം ഉണ്ടാവുക, എന്തിനാണ് ഗാന്ധിജിയെ മാറ്റിയിട്ട് എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായും മനുഷ്യനായിട്ടുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള, മതം തിന്ന് ജീവിക്കാത്ത മതേതരമായ മനുഷ്യർക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. കറൻസി നോട്ട് എന്ന് പറയുന്നത് വെറും ഒരു കടലാസല്ല, അതൊരു രാജ്യത്തിൻ്റെ മുഖം തന്നെയാണ്. വിദേശത്തൊക്കെ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ആദ്യം ഓർമ്മ വരുന്നുണ്ടാവുക ഗാന്ധിജിയെയും അഹിംസയെയും തന്നെയാണ്. ആ ഗാന്ധിജിയെ നമ്മുടെ കറൻസിയിൽ നിന്ന് നമ്മൾ തന്നെ ഒഴിവാക്കാൻ അത് ലോകത്തിന് നൽകുന്ന മെസ്സേജ് എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്ത്യ അതിൻ്റെ മതേതര സ്വഭാവം ഉപേക്ഷിക്കുകയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
അതോ നമ്മൾ പുതിയൊരു ആർഷഭാരത സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുകയാണോ എന്നും ചിന്തിക്കേണ്ടതായിരിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമില്ല. ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് വെറും രാഷ്ട്രീയ ആരോപണമാണോ അതോ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് നിങ്ങൾ എന്തായാലും കണ്ടറിയണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നാട്ടിൽ ഗാന്ധിജി തന്നെ തുടരണോ അതോ നാട്ടിലല്ല നോട്ടിലെ ഗാന്ധിജി തന്നെ തുടരണോ അതോ ബ്രിട്ടാസ് പറയുന്നത് പോലെ ഭാരതമാതാവോ മറ്റു ദൈവങ്ങളോ ഒക്കെ വരണോ? നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തതുപോലെ വ്യക്തികളെ ഒഴിവാക്കി പ്രകൃതിയെയോ അല്ലെങ്കിൽ സ്മാരകങ്ങളെയോ ഒരു ബന്ധമില്ലാത്ത ആർക്കും ഒരു പ്രശ്നമില്ലാത്ത ഒരു സാധനം വരുന്നതാണോ നല്ലത്? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് മറക്കരുത്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.